അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25 ചൊവ്വാഴ്ച. രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ച് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി. വെറുമൊരു പതാകയല്ല ഇതെന്നും ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്നും ഇന്ത്യയുടെ സാംസ്കാരിക ഉണർവിന്റെ പ്രതീകം കൂടിയാണെന്നും പതിറ്റാണ്ടുകളുടെ മുറിവ് ഇതോടെ ഉണങ്ങുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. RSS മേധാവി മോഹൻ ഭാഗവതിനൊപ്പം പൂജകളിൽ പങ്കെടുത്താണ് പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിലെ പതാക ഉയർത്തൽ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. അയോധ്യയിൽ ഉയർന്ന പതാക ധർമ്മ പതാകയെന്നറിയപ്പെടുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രത്തിലെ ശിഖരത്തിലെ 191 അടി ഉയരത്തിലാണ് പതാക സ്ഥാപിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8 വിധി പറയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത്. പൾസർ സുനി 1ാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8ാം പ്രതി. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് കേസിൽ പ്രതികൾ. ഇതുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. 28 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പത്മകുമാറിനെതിരെ CPM നടപടി ഉടനെയില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടിയെടുക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളതെന്നാണ് സൂചന. നടപടിയെടുത്ത് പ്രകോപിപ്പിച്ചാൽ പത്മകുമാർ കൂടുതൽ പേരുകൾ വെളിപ്പെടുത്തുമെന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പാർട്ടി വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലാണ് ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. N വാസു ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും എന്നാൽ പത്മകുമാർ അങ്ങനെയല്ലെന്നും കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടികളുണ്ടാകുമെന്നും MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിൽ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസുവിനെ കൈവിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി പോലീസുകാർ. ബോധപൂർവം ചെയ്തതല്ലെന്നാണ് പോലീസുകാരുടെ വിശദീകരണം. പ്രതിയോട് ഒരു കൈയിൽ വിലങ്ങ് ധരിപ്പിക്കുന്ന കാര്യം അറിയിച്ചുവെന്നും വാസുവിന്റെ അനുമതിയോടെയാണ് കൈവിലങ്ങ് ധരിപ്പിച്ചതെന്നും പോലീസുകാർ പറയുന്നു. കൊണ്ടോട്ടി താലൂക്കിലെ BLOമാർ കൊണ്ടോട്ടി തഹസിൽദാർക്ക് സങ്കട ഹർജി നൽകി. SIRമായി ബന്ധപ്പെട്ട് വലിയ മാനസിക പ്രയാസം നേരിടുന്നുവെന്നും SIR നടപടിക്രമങ്ങൾ BLOമാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി സംശയമെന്നും സങ്കട ഹർജിയിൽ പറയുന്നു. ഡിസംബർ 9 കരട് വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പൊതുജനം BLOമാർക്കെതിരെ തിരിയുമെന്ന് പോലും തങ്ങൾ ഭയപ്പെടുന്നുവെന്നും തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് SIR നടപ്പിലാക്കുന്നതെന്ന് പൊതുവെ വിമർശനമുണ്ടെന്നും ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് ജോലി ചെയ്യുന്നതിൽ പ്രയാസമുണ്ടെന്നുമാണ് സങ്കട ഹർജിയിൽ പറയുന്നത്. SIRനെതിരെ ചാണ്ടി ഉമ്മൻ MLA സുപ്രീം കോടതിയിൽ. കേരളത്തിലെ SIR നടപടികൾ ഉടൻ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ചാണ്ടി ഉമ്മൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ കക്ഷി ചേരാൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. വ്യവസായ മേഖലയിൽ സഹകരണത്തിനായി കേരളവും തമിഴ്നാടും. വ്യവസായ മന്ത്രി P. രാജീവ് ചെന്നൈയിലെത്തി തമിഴ്നാട് വ്യവസായ മന്ത്രി TRB രാജയുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. ഇലക്ട്രോണിക്സ്, ധാതുസമ്പത്ത് തുടങ്ങിയ 5 മേഖലകളിൽ സഹകരണത്തിന് സാധ്യതയുണ്ടെന്ന് മന്ത്രിമാർ വിലയിരുത്തി. വ്യവസായ നിക്ഷേപത്തിനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പ്രത്യേക വിഭാഗമായ ഗൈഡൻസുമായി കേരളവും സഹകരിക്കും. മൂന്നാറിൽ KSRTC ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ സൈറ്റ് സീയിങ് സർവീസ് സൂപ്പർ ഹിറ്റ്. ഫെബ്രുവരി 9 മൂന്നാറിൽ ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ചത്. വെറും 9 മാസങ്ങൾ കൊണ്ട് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ സർവീസിന്റെ വരുമാനം 1 കോടി പിന്നിട്ടിരിക്കുകയാണെന്ന് KSRTC അറിയിച്ചു. PV അൻവർ അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് UDFന്റെ അസോസിയേറ്റ് അംഗമാകുമെന്നാണ് പ്രതീക്ഷയെന്നും പായസത്തിൽ മധുരം എത്ര കൂടിയാലും കുഴപ്പമില്ല എന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അൻവർ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും
തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം അടക്കമുള്ള കൂടുതൽ കക്ഷികളെ UDF-ൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പാലക്കാട്ടെ CPM-ലെ അസംതൃപ്തരും CPI-ലെ ഒരു വിഭാഗവുമായി സഹകരിച്ചത് നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പോടെ UDF വിപുലീകരിക്കും. ടീം UDF ഒറ്റക്കെട്ടാണ്. ലീഗിന് പ്രാതിനിധ്യം കുറഞ്ഞെന്ന പരാതി എല്ലാം പരിഹരിക്കും. വെൽഫെയർ പാർട്ടി സഹകരിക്കാമെന്ന് പറഞ്ഞയിടങ്ങളിൽ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. സുന്നി സംഘടനകൾ പറയുന്നത് അവരുടെ അഭിപ്രായമെന്നും അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതിനുള്ള പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി LC ജോർജ് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ടില്ല. സമാന സ്വഭാവമുള്ള ഹർജികൾ ഇന്നലെ തള്ളിയതാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് സ്ഥാനാർത്ഥിക്ക് ധാരണ ഉണ്ടായിരിക്കേണ്ടതല്ലേയെന്നും ചോദിച്ചു. സ്ഥാനാർത്ഥിക്ക് ആവശ്യമെങ്കിൽ ഇലക്ഷൻ ട്രിബ്യൂണലിനെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വയനാട് വൈത്തിരി പഞ്ചായത്തിലെ വാർഡിൽ വോട്ട് ചോദിച്ചെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ LDF പ്രവർത്തകർ തടഞ്ഞു. വൈത്തിരി 7ാം വാർഡ് സ്ഥാനാർത്ഥി ശൈലജ മുരുകേശനെയാണ് തടഞ്ഞത്. വിപ്ലവ ഭൂമിയിൽ കയറ്റില്ലെന്നും വീടുകൾ കയറി നിരങ്ങാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നു. അട്ടപ്പാടിയിൽ അഗളി പഞ്ചായത്ത് 18ാം വാർഡിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന CPM അഗളി ലോക്കൽ സെക്രട്ടറി N ജംഷീറിന്റെ ഭീഷണിയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് അഗളിയിൽ വിമതനായി മത്സരിക്കുന്ന മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണൻ പരാതി നൽകിയിട്ടും അഗളി പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. നിയമപരിമിതിയുണ്ടെന്നും കോടതിയിൽ പോകാൻ പോലീസ് ആവശ്യപ്പെട്ടതായും പരാതിയിൽ പറയുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ CPM പ്രവർത്തകർക്ക് 20 വർഷം തടവും പിഴയും. CPM പ്രവർത്തകരായ TCV നന്ദകുമാർ, VK നിഷാദ് എന്നിവർക്കാണ് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷാവിധി. കൊല്ലം ജില്ലാ കലോത്സവത്തിൽ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി തർക്കം. ദേശീയ അധ്യാപക പരിഷത്ത് വേദിക്ക് സമീപമുള്ള സ്റ്റാളിൽ കെട്ടിയ ബാനറിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. കലോത്സവ സ്ഥലത്ത് നിന്ന് കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രമുള്ള ബാനർ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി SFI, DYFI പ്രവർത്തകരെത്തി. DDE നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഭാരതാംബയുടെ ചിത്രം കർട്ടൻ ഉപയോഗിച്ച് മറച്ച് തർക്കം പരിഹരിക്കുകയായിരുന്നു. ലൈംഗികാരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച നടിമാരായ അനുശ്രീയെയും സീമാജി നായരെയും ഫേസ്ബുക്ക് കുറിപ്പിൽ രൂക്ഷമായി വിമർശിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യ. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണെന്നും ഇങ്ങനെയുള്ളവരെ സൃഷ്ടിക്കുന്നതിൽ അനുശ്രീയെയും സീമയെയും പോലെയുള്ളവരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനമാകുന്നുവെന്നും ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ ദിവ്യ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന B സാജൻ. സൈക്കോപാത്തുകളെ പടിയടച്ച പിണ്ടം വയ്ക്കണമെന്നും പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണമെന്നും രാഹുലിനെ പരിശുദ്ധനാക്കണമെന്ന് ആർക്കാണ് ധൃതിയെന്നും ചോദിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ലെന്ന മുന്നറിയിപ്പും സജന പങ്കുവയ്ക്കുന്നുണ്ട്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ മരണം 5ആയി. തിരുനെൽവേലി, തൂത്തുക്കുടി, തേനി അടക്കം തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താമരഭരണി നദിയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഗപട്ടണത്ത് 15,000 ഏക്കറിൽ കൃഷിനാശം ഉണ്ടായി. തൂത്തുക്കുടിയിൽ സ്ഥിതി വഷളായതിനെ തുടർന്ന് NDRF സംഘം എത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ സൂരജ്പൂരിലെ സ്വകാര്യ സ്കൂളിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് 4 വയസ്സുകാരനെ 2 അധ്യാപകർ മരത്തിൽ കെട്ടിത്തൂക്കി. ഇതേ തുടർന്ന് 2 അധ്യാപകരെയും സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജർ അറിയിച്ചു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നക്സലിസം അവസാനിപ്പിക്കണമെന്ന അമിത്ഷായുടെ നിർദ്ദേശത്തിന് പിന്നാലെ സായുധ പോരാട്ടം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ മാവോയിസ്റ്റുകൾ. 3 സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് അംഗങ്ങളാണ് സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ 2026 ഫെബ്രുവരി 15 വരെ സമയം തേടിയത്.
കേന്ദ്ര സർക്കാരിനും മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാർക്കും കത്ത് നൽകി. ഓസ്ട്രേലിയയിൽ പാർലമെന്റിലേക്ക് ബുർഖ ധരിച്ചെത്തിയ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാവിന് സസ്പെൻഷൻ. വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ വൺ നേഷന്റെ സ്ഥാപകയും നേതാവുമായ പോളിൻ ഹാൻസണിനെയാണ് സെനറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. 7 ദിവസത്തേക്കാണ് സസ്പെൻഷൻ. ഓസ്ട്രേലിയയിലെ മുസ്ലിം വിഭാഗത്തിലുള്ളവരെ അപമാനിക്കുക എന്ന ലക്ഷ്യമിട്ടായിരുന്നു പോളിന്റെ ബുർഖ അണിഞ്ഞുള്ള വരവെന്ന് സെനറ്റ് വിശദമാക്കി. അഫ്ഗാനിസ്ഥാനിലെ ഘോസ്റ്റ് പ്രവിശ്യയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 9 കുട്ടികളടക്കം 14 പേർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ സർക്കാർ വക്താവ്. ഗുർബസ് ജില്ലയിലെ മുഗൾ ഗയിൽ വീടിന് മുകളിലാണ് ബോംബ് പതിച്ചത്. 9 കുട്ടികളും ഒരു സ്ത്രീയുമാണ് ഇവിടെ മരിച്ചത്. സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം വീണ്ടും മാറ്റിവെച്ചു. 15 പേർ കൊല്ലപ്പെട്ട ദില്ലി സ്ഫോടനത്തെ തുടർന്നുള്ള സുരക്ഷാ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2018 നെതന്യാഹു അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. സൈനിക നടപടികൾ കടുപ്പിക്കുന്നുവെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വെനസ്വേലയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി 6 എയർലൈനുകൾ. US ഏവിയേഷൻ റെഗുലേറ്റർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നടപടിയെന്നാണ് എയർലൈൻ കമ്പനികൾ സർവീസ് റദ്ദാക്കിയതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. എത്ര കാലത്തേക്കാണ് സർവീസുകൾ റദ്ദാക്കിയതെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. എത്യോപ്യയിലെ അഗ്നിപർവ്വതത്തിൽ നിന്നുയർന്ന ചാരമേഘങ്ങൾ ചൈനയിലേക്ക് നീങ്ങുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വൈകിട്ട് 7:30 ചാരമേഘങ്ങൾ ഇന്ത്യയിൽ നിന്നും ഒഴിയുമെന്നാണ് വിവരം. അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ വടക്കൻ ഇന്ത്യയിലേക്ക് ചാരമേഘങ്ങൾ നീങ്ങിയിരുന്നു. ദില്ലിയിലടക്കം വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ ഇത് ആശങ്ക ഉണ്ടാക്കിയിരുന്നു. കരിമേഘപടലം വടക്കൻ ഇന്ത്യയിലേക്ക് നീങ്ങിയതിനാൽ കൊച്ചിയിലേക്കുള്ളതടക്കം നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. കാനഡയിൽ ഖാലിസ്ഥാനു വേണ്ടി സിഖ് സംഘടനയുടെ റഫറണ്ടം. 50,000-ലേറെ പേർ റഫറണ്ടത്തിൽ പങ്കെടുത്തെന്ന് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന അവകാശപ്പെട്ടു. ഇന്ത്യയുടെ ദേശീയ പതാകയെ റഫറണ്ടത്തിൽ പങ്കെടുത്തവർ അപമാനിച്ചു. റഫറണ്ടത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ഇന്ത്യ രംഗത്തെത്തി. റഫറണ്ടം പ്രഹസനമാണെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക് വിമർശിച്ചു. ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സംഘടനയാണ് സിഖ് ഫോർ ജസ്റ്റിസ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.